പക്ഷേ പലരും ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻ്റർനെറ്റിലുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ആരും പറഞ്ഞുതരും. അപ്പോൾ അതാണ് ഇതിലുള്ള ഒരു ഡിഫറൻസ്. നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ പലയിടത്തും നമുക്ക് ഇൻഫർമേഷനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഏകീകരിച്ച് ചെയ്യാമെന്നുള്ളതൊരു ട്രാക്കിൽ ചെയ്ത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 30 ദിവസത്തെ പ്ലേലിസ്റ്റ് ആയിട്ട് ഇതിനെ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ പറഞ്ഞു പോകുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഒരു കണ്ടൻറ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാളും കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു വീഡിയോസിനെ എല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ടോ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിക്കുന്നു, ഒരു 30 ദിവസത്തെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ചലഞ്ചായിട്ട് നമുക്കിതിനെ കാണാം. ഓക്കെ, അപ്പോൾ ഇത് യൂട്യൂബിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡേ 1 മുതൽ ഡേ 30 വരെ ഓരോ കൺസെപ്റ്റ് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിലെടുത്ത് പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്ത് 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ചെറുതായിട്ടൊരു മാറ്റമെങ്കിലും, ഞാനിപ്പോൾ ഓവർനൈറ്റ് സക്സസ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആകും ഇങ്ങനെ ആകും എന്നുള്ളൊരു മോഹവാഗ്ദാനങ്ങളൊന്നും ഞാനിതിൽ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറും, അല്ലെങ്കിൽ മാറാനുള്ളൊരു ട്രാക്ക് നിങ്ങൾക്ക് ഓപ്പണായി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന 30 ദിവസത്തെ വീഡിയോയുടെ ഒരു ഓറിയൻറ്റേഷൻ, 30 ദിവസം 30 വീഡിയോ ഇട്ട് ഒരു പ്രൊഡക്ടിവിറ്റി ചലഞ്ചായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. അപ്പോൾ ചലഞ്ചിൽ ഭാഗമാകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടു പോകുന്നവർക്ക് ഇത് വർക്കൗട്ട് ആവുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നല്ല, കാരണം നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. മാത്രമല്ല, ഞാനിത് എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ഓക്കെ, ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ സീരീസ് മൊത്തത്തിൽ ചെയ്തതിന് ശേഷമായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്തു പോകാനുള്ളൊരു പ്ലാനിങ് ആയിരിക്കും. ഇതുവരെയും എങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള രീതിയിലൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ ഞാനിത് എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ചലഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇപ്പം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ ടൈമിനെയും നിങ്ങളുടെ ഫോക്കസിനെയൊക്കെ ഒന്ന് ഷാർപ്പാക്കി എടുക്കാനായിട്ട് ഈ ഒരു 30 ഡേയ്സ് ചലഞ്ച് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഇത് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അല്ലാതെ എല്ലാവർക്കും പലപ്പോഴും എപ്പോഴെങ്കിലും വന്ന് ഈ വീഡിയോസ് കണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പേപ്പർ അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു ദിവസം എഴുതിയിട്ട്, പിന്നെ അല്ലെങ്കിൽ മൊബൈലിൽ ജസ്റ്റ് നോട്ടിഫൈ ചെയ്തോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ കാര്യമില്ല. നിങ്ങളൊരു ഫിസിക്കൽ നോട്ട്ബുക്ക്, ഒരു പേന എടുക്കുക. ഈ നോട്ട്ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ നോട്ട്ബുക്ക് എടുക്കാം, പക്ഷെ എന്നാൽ പുതിയത് വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്നാലും 1-2 പേജസിൽ എഴുതിയിട്ട് പിന്നെ വീണ്ടും അടുത്ത ബുക്കിൽ, അങ്ങനെ ഒരു സ്കാറ്റർ ചെയ്തൊരവസ്ഥയിലോട്ട് പോകാത്ത രീതിയിലുള്ള ഒരു ബുക്കും ഒരു പേനയും. പിന്നെ ഏത് കാര്യത്തിനും നമുക്ക് വേണ്ടത് സമയമാണ്. അപ്പോൾ കുറച്ച് സമയം ഇതിനായിട്ട് ഡെയിലി മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഈ വീഡിയോ ഇന്ന് ഓറിയൻറ്റേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നാളെ ചിലപ്പോൾ ഫസ്റ്റ് വീഡിയോ വരണമെന്നില്ല, പക്ഷേ ഫസ്റ്റ് ഡേയിലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും പ്രോസസ്സ് നടന്നതിന് ശേഷം ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇട്ടിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് 30 ദിവസത്തെ ചലഞ്ച് 60 ദിവസം എടുക്കില്ല, 30 ദിവസത്തിന് തീരും. ചിലപ്പോൾ 1-2 ദിവസം നേരത്തെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു സ്ട്രാറ്റജി വരുന്നത്. ഓക്കെ, ഞാൻ ഈ ടൈം മാറ്റി വയ്ക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങളിത് ചെയ്തെടുക്കും എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വേണം. അല്ലാതെ വെറുതെ ജസ്റ്റ് വീഡിയോസ് കണ്ടു പോകുന്നതെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടി നിങ്ങൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഐ ആം റെഡി എന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ വേണമെങ്കിലെന്ന് ഞാൻ പറഞ്ഞത് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങളിത് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് കമൻറ്റ് കൂടുന്നു എന്നുള്ള ചിന്തയിൽ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ബ്രെയിൻ ഇതിനൊരു ആക്ഷനായിട്ട് കാണുകയും കൂടുതൽ എന്തോ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ഫോഴ്സ് ചെയ്ത് തന്നെ പറയുന്നത്. പിന്നെ നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ഇതിനകത്തുണ്ടാവണം. അതായത് നിങ്ങളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലെടുക്കാതെ, എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ പലരും ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻ്റർനെറ്റിലുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ആരും പറഞ്ഞു തരില്ല. അപ്പോൾ അതാണ് ഇതിലുള്ളൊരു ഡിഫറൻസ്. നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ പലയിടത്തും നമുക്ക് ഇൻഫർമേഷനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഏകീകരിച്ച് ചെയ്യാമെന്നുള്ളതൊരു ട്രാക്കിൽ ചെയ്ത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 30 ദിവസത്തെ
പ്ലേലിസ്റ്റായിട്ട് ഇതിനെ ചെയ്യാമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ഒരു ഓവർനൈറ്റ് സക്സസ്സോ അല്ലെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. കാരണം ഞാനും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ടീം വർക്കായിട്ട് വേണമെങ്കിൽ ഇതിനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗ്രൂപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ചാർജ് അല്ല, ഇതൊരു ഓപ്പൺ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്തപ്പോൾ ഡേ 1 കംപ്ലീറ്റഡ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പലരും മറന്നു പോകും, അല്ലെങ്കിൽ പിന്നീട് അതേ ഫോക്കസോടുകൂടി ഇതേ വീഡിയോയിൽ തന്നെ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളുടെ എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ദിവസവും ഈ ചലഞ്ച് മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. ഒരു ദിവസം ഡ്രോപ്പ് ആയി എന്ന് വെച്ചിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നിൽക്കരുത്. അടുത്ത ദിവസം എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇതിന് ഒരുപാട് സമയം എടുക്കുന്നതല്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളൊരു പുതിയൊരു സ്ട്രാറ്റജി, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് സിസ്റ്റം തിങ്കിങ് എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ വരാൻ പറ്റും. നിങ്ങളൊരു ഗോള് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ സിസ്റ്റമൈസ് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ടും ഫോക്കസ് കൂടാനായിട്ടൊക്കെ ഈ ഒരു 30 ഡേ പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടുപോയി, ഇപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ എന്തായാലും കണ്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ കാണേണ്ട കാര്യമില്ല. നിങ്ങളത് ആക്ഷൻ എടുക്കാനും കൂടെ പറ്റുന്ന രീതിയിൽ വീഡിയോ കാണുക, നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോവുക. 30 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 30 പേജിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ദിവസം ചെയ്തപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു റിഫ്ലക്ഷൻ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺസ് അവിടെ മാറുകയാണ്, നിങ്ങളുടെ ഫോക്കസ് കൂടുകയാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ബെറ്റർ ആയിക്കൊണ്ട് വരും. പിന്നെ മാക്സിമം നിങ്ങൾ കമ്മ്യൂണിറ്റി ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിന് താഴെയും കമൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരേ ലക്ഷ്യമുള്ള ഒരുപാട് പേര് ആ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാവുമ്പോൾ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളുണ്ടാവില്ല. ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഐ ആം റെഡി എന്ന് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഡേ 1 കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഡേ 2 കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസ്കംഫോർട്ട് ആദ്യം ഉണ്ടായെന്ന് വരും. കാരണം നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ ബ്രെയിനായിട്ട് ഒരു ഡിസ്കംഫോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കാം. പിന്നെ നിങ്ങൾ ഓവറായിട്ട്, ഞാനിപ്പം ഇത് വലിയ രീതിയിൽ ഒന്നും പറഞ്ഞു വയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊരു സിസ്റ്റം തിങ്കിങ്, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺസും ഫോക്കസൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പം ഇതൊക്കെ എനിക്ക് കുറേ അറിയാമെന്നുള്ള രീതിയിലുള്ള ഒരു തിങ്കിങ് വെക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ആ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കാര്യം എനിക്കറിയാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ അടുത്ത ദിവസത്തേക്ക് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം എനിക്കിത് ഓക്കെ, ആദ്യത്തെ 1-2 ദിവസം കണ്ടപ്പോൾ ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനൊരു കൂട്ടത്തിൽ പ്രാക്ടീസ് ചെയ്തു, അല്ലെങ്കിൽ ഞാനും പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെക്കാളും അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കാം, എന്നെക്കാളും അറിവില്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. പലരും സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒരു ദിവസം ബ്ലോക്ക് ആയിപ്പോയെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. 1, 2, 3 ദിവസം മാറിപ്പോയാലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങൾ ഒരിക്കലും മൈൻഡിൽ എത്ര ദിവസം ഒരു ലേസിനെസ്സിലോട്ട് പോകാനായിട്ടുള്ളൊരു അവസരം കൊടുക്കരുത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ചലഞ്ചിലെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. ഈ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെഴുതുക. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് അതിൽ നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അടുത്ത 30 ദിവസത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ലോങ് ടേം ഗോളിൻ്റെ ഒരു ഷോർട്ട് ടേം ഗോളായിരിക്കാം ഈ ഒരു പറയുന്ന 30 ദിവസത്തെ കാര്യം. ഇപ്പോൾ 1 വർഷം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ 30 ദിവസത്തിലൊന്നും ചെയ്യാനില്ല. അതാണ് ഞാൻ പറഞ്ഞ ഓവർനൈറ്റ് മിറാക്കിൾസ് ഒന്നും നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള, നിങ്ങളെ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് പറ്റും.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 30 ദിവസത്തിൽ ഞാൻ എന്തൊക്കെ രീതിയിൽ ബെറ്റർ ആകും, അല്ലെങ്കിൽ 30 ദിവസത്തിൽ ഞാൻ എന്ത് ടാർഗറ്റാണ് അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ എഴുതി വയ്ക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചലഞ്ചിൻ്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യും.